സോ ഹലോ ഗൈസ്, എല്ലാം വിളിക്കാൻ പറ്റും ഗെയിംസൊക്കെ നമ്മൾ പിന്നെയും പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. സോ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് നമ്മുടെ റോക്രാഫ്റ്റിനെ എവോൾവ് ചെയ്തിട്ടേ നിർത്തിയത്. ബട്ട് ഈ സേവ് എന്നുള്ള ഓപ്ഷൻ കണ്ട കഴിഞ്ഞ കളിക്ക് ശേഷം ഞാൻ സേവ് കൊടുക്കാൻ മറന്നു ഗൈസ്. അത് കാരണം ആ കളിച്ചതൊക്കെ പോയി. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പിന്നെയും പോയി അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പോഴാണ് മീൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തൊക്കെ പോകുമ്പോഴാണ് എൻ്റെ കയ്യിലെ പോക്കിമോൺസിൻ്റെ കാര്യം ആലോചിച്ചത്. നമ്മുടെ പുതിയ ടീം ഇതാണ്ട് ഗൈസ്. പഴയ ടീമൊക്കെ മിക്കവാറിൻ്റെ പോയി. നമ്മൾ പിന്നെ റിയോലൂനെ പിടിച്ചു. അത് ആ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇപ്പം ലാസ്റ്റ് വീഡിയോൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് ലാസ്റ്റ് ഒരു മിഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്യാൻ പോയപ്പോൾ പിടിച്ചതാണ്. ബട്ട് അത് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം ആ റെക്കോർഡ് പിന്നെയും പോയി. ഞാൻ അറിയാണ്ട് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്തു. ഗൈസ് അങ്ങനെ കുറേ മണ്ടത്തരം ഈ ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ പറ്റിയിട്ടുണ്ട്. ലോങ് ഗെയിം കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ മണ്ടത്തരങ്ങളൊക്കെ പറ്റുന്നത്. അപ്പോൾ ഗൈസ് EXP ഷെയർ പറഞ്ഞ സാധനം ഞാൻ 9 കൊടുത്തിട്ടുണ്ട്. ലെവൽ 7 ഒന്ന് 10 ആവാൻ വേണ്ടിയിട്ട് ഗൈസ്. 9 എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾപിക്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എനിക്കൊരു ഐസ് സ്റ്റോണും കിട്ടി. അത് യൂസ് ചെയ്ത് ഇവരും കൂടെ ഒഴിവാക്കി. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയുള്ള മറ്റേ ആ രംഗോക്കുനെ പോലത്തെ ആളില്ലേ, അയാൾ ട്രെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് അയാളുടെ കൂടെ ട്രെയിൻ ചെയ്യാൻ പോയി 2 ആൾക്കാരെയും ഞാൻ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വേറൊരാൾ വന്നിട്ട് മെഡൽ ബോക്സ് പറഞ്ഞ സാധനം തന്നു. പിന്നെ കുറേ മെഡലും തന്നു. എനിക്ക് എന്തിനാണെന്നൊന്നും അറിയില്ല. അങ്ങനെ കുറേ മെഡലും തന്നിട്ട് ഇനി പോയിട്ട് ബാറ്റിൽ ജിം ബാറ്റിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ആസ്റ്റേറിയ പറഞ്ഞ അങ്ങനെ ഏതോ ഒരു സിറ്റിക്ക് നമ്മൾ പോയിട്ട് ജിം ബാറ്റിൽ ചെയ്യണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ജിം ബാറ്റിൽ ചെയ്യാം ഗൈസ്. അപ്പോൾ ജിം ബാറ്റിൽ എൻ്റെ സിറ്റിയിലെത്തിയപ്പോൾ പോക്കിമോൺ സെൻറ്ററിക്കൊന്ന് കയറിയതാണ്. അപ്പോൾ അയാൾ പിന്നെയും നമുക്ക് കുറച്ച് മെഡൽസും പിന്നെ മെഡൽസിൻ്റെ ഹിൻറ്റ് നിന്നിട്ടുണ്ട്. ഐ ക്യാൻ ഗിവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് 50 മെഡൽസ് മൊത്തം നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ ജിം ബാറ്റിലേക്ക് കിടക്കാം ഗൈസ്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട ശേഷം ഞാൻ കണ്ടുപിടിച്ച് ഗൈസ്. ആ കുറേ തപ്പി നടന്ന് കുറേ ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഗൈസ്. ഈ സ്കൂള് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഗൈസ് ജിം ബാറ്റിൽ നടക്കുന്നത്. എല്ലാ സിറ്റിയിലും എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ്. ഇവിടെ എന്തായാലും ഇങ്ങനെയാണ്. ശരി ഗൈസ്, നമുക്കപ്പോൾ നേരെ ഉള്ളിലേക്ക് പോകാം. ഉള്ളിലും കൂടെ സംസാരിക്കുന്നത് നേരെ ഉള്ളിലേക്ക് പോകട്ടെ ഗൈസ്. ഗൈസ് നമ്മുടെ എവല്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ B ബട്ടൺ അമർത്തിയാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. മുൻപന്ത് ചെയ്ത് നോക്കുമ്പോൾ അറിയാണ്ട് B ബട്ടൺ അമർത്തിയിട്ടായിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇയാൾ ഹലോ ആയാം ഇത് കോമൺ ആയിട്ട് ഗൈസ്. നമുക്ക് ഇതൊരു ഫ്രഷ് വാട്ടർ തന്നു ഗൈസ്. ഫ്രഷ് വാട്ടർ മെഡിസിൻ ഗൈസ്. ഗൈസ് ഇത് 50 HP എന്തോ കയറും ഗൈസ്. അത് യൂസ് ചെയ്ത് നമ്മുടെ പോക്കിമോൺസിന്. സോ ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും പോക്കിമോൺ ബാറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതാ ഗൈസ്, ഇതാണ് യു മസ്റ്റ് വെൽക്കം ആസ്പെക്ട് സിറ്റി. ഐ ആം ലേറ്റ് ഗൈസ്. ലേറ്റ് എന്നാണ് ഗൈസ് സിമിലേറ്ററിൻ്റെ പേര്. ഓക്കെ, ഇഫ് യു ക്യാൻ ഡിഫീറ്റ് ദീസ് ടു. ഓക്കെ, ഞാൻ പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് വിട്ടു. ഐ തിങ്ക് നമ്മൾ ഈ 2 പേരെടുത്തും ബാറ്റിൽ ചെയ്താലാണ് കേട്ടോ ഗൈസ് അവൻ്റെ ബാറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ, അവൻ്റെ റിസോഴ്സ് നോക്കാം. ഇഫ് യു വാണ്ട് ബാഡ്മിൻ്റൺ പ്ലീസ് ഡിഫീറ്റ് ഗൈസ് ടു. അതന്നെ ഗൈസ്. അപ്പോൾ ഇവരായിട്ട് എന്തായാലും ഒന്ന് ബാറ്റിൽ ചെയ്യട്ടെ ഗൈസ്. എന്തായാലും കുറേ ടൈം എടുക്കും. നിങ്ങളുടെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. സോ അപ്പോൾ അതൊന്നും അതിൻ്റെ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ജിം ബാറ്റിലേക്ക് കിടക്കേണ്ട ഗൈസ്. അപ്പോൾ നമ്മുടെ റിക്യൂ പറയുന്നുണ്ട് ആദ്യം തന്നെ വാമപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ജിം ലീഡർ അവനാണ് ഗൈസ്. അവൻ ജിം ലീഡറായിട്ടുള്ള ഫസ്റ്റ് ചലഞ്ചർ. അതായത് അവൻ ജിം ലീഡറായിട്ട് ആദ്യമായിട്ട് അവൻ്റെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ചലഞ്ചർ നമ്മളുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ബാറ്റിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ, യു ആർ ചാലഞ്ചർ ബൈ ലീഡർ ഗൈസ്. സൈത്തറാ ഗൈസ്. ബാക്കിയുള്ളവരൊക്കെ ഫെയറി ടൈപ്പ് ആയിരുന്നു വെച്ചത്. സൈത്തറിനെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഗൈസ്. നമുക്കത് നോക്കാം. ഈ സ്നോ പൗഡർ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നമ്മളെന്തായാലും അവൻ്റെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ലെവലപ്പ് ആയിട്ടുണ്ട് ഗൈസ്. പൗഡർ സ്നോ എന്തെങ്കിലും വർക്കാവുമോ നോക്കാം. വർക്കാവും തോന്നുന്നു. ഓ ഗൈസ്, ഇറ്റ്സ് സൂപ്പർ എഫക്റ്റീവ് ഗൈസ്. നല്ല കാര്യം. ക്രിട്ടിക്കൽ ഹിറ്റ് ഉണ്ട് ഗൈസ്. ഐ തിങ്ക് ഫൈറ്റ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണില്ല. നിങ്ങൾ അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കി വിടാം. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം ഗൈസ്.
ഗൈസ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, ലാസ്റ്റ് വന്ന പോക്കിമോനെ കുറിച്ച് എനിക്കൊരു തേങ്ങയും അറിയില്ല. അതാണെങ്കിൽ വന്ന് ഓരോ അടിയിലും എൻ്റെ ഓരോ പോക്കിമോണിനെയും അങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലെവൽ 15 ആണല്ലോ. അതിൻ്റെ പേരെന്നെ വെറൈറ്റി ആയിരുന്നു. ഞാൻ ആ പേര് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇതിൽ ഏതാ പോക്കിമോൺ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. എന്താ സാധനം, ഫയർ ടൈപ്പും ഗ്രാസ് ടൈപ്പും ഗ്രൗണ്ട് ടൈപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് ടൈപ്പും സാധനം. ഗൈസ് എന്തായാലും ഞാൻ അതിന് പോയി കുറേ ഒന്ന് ട്രെയിൻ ചെയ്ത് നമ്മുടെ പോക്കിമോണിനെയൊക്കെ ഒന്ന് ലെവലപ്പ് ആക്കി എടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അവനെ തോൽപ്പിക്കുന്നു കിട്ടും ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും പോയി ഒന്ന് ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ആ ജിമ്മിൽ തന്നെ പോയിട്ട് ഒന്നും കൂടി ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ളവരും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ലെവലപ്പ് ആകുമല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാട്ടെ ഗൈസ്. ഞാൻ പിന്നെയും ട്രെയിൻ ചെയ്യാൻ വേണ്ടി ജിമ്മിൽ തന്നെ വന്നതാണ് ഗൈസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൈം ഇവ വന്നപ്പോൾ ഞാൻ ബൈറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. പിടിച്ചിട്ട് ആ ഒരു ക്രിട്ടിക്കൽ ഹിറ്റും കൂടി കൊടുത്തത് ഗൈസ്. എങ്ങനെയെങ്കിലൊക്കെ ജയിക്കും. ലൈക്കാൻ നോക്കുന്നത് കൊണ്ട് നമുക്കിത് എങ്ങനെയെങ്കിലുമൊക്കെ ജയിപ്പിക്കാം ഗൈസ്. ലാസ്റ്റ് ബൈറ്റ് ജസ്റ്റ് ആയിട്ട് ഡിറ്റ് എന്നാൽ അതിൻ്റെ പേര് ടൈപ്പും നല്ല എന്തൊക്കെയാണ് ടൈപ്പും വാട്ടർ ഫയർ എന്നൊക്കെ കയറി ടൈപ്പ് നല്ല എനിവേ ഗൈസ്. നല്ല രീതിയിൽ നമുക്ക് ESPയും കിട്ടിയിട്ടുണ്ട്. ലെവൽ 14 ഗൈസ്. ഓക്കെ നൈസ് ഗൈസ്. വേറെ നമ്മുടെ പോക്കിമോൺസ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും കൂടി ലെവലപ്പൊക്കെ കിട്ടിയേനെ. എനിവേ ഗൈസ്, കാര്യമില്ല വിട. ദാറ്റ് ബാറ്റിൽ ഹാസ് മെയ്ഡ് മീ ഫീൽ റിയലി ഗ്ലാഡ് ഗൈസ്. ആ ചെക്കന് ഭയങ്കര സങ്കടമായി ഗൈസ്. നമുക്ക് അന്നേരം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഗൈസ്. നമുക്ക് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചിന്തന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ പേരെന്താണ്, എന്താ പേര് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സ്റ്റാർട്ടർ ബാഡ്ജിന് വല്ലതും ആയിരിക്കും. അതെന്തെങ്കിലും കാണിക്കും. ബേസിക് ബാഡ്ജ്. അതെ ഗൈസ്, ബേസിക് ബാഡ്ജ്. അപ്പോൾ നമുക്ക് ബേസിക് ബാഡ്ജ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇമ്പോർട്ടൻസ് ഓക്കെ ഗൈസ്. നമുക്കിനി അപ്പോൾ 20 ലെവലിലുള്ള പോക്കിമോണൊക്കെ പിടിക്കാമെന്നാണ് തോന്നുന്നത് അവർ ഉദ്ദേശിച്ചത്. എനിക്ക് കൂടുതൽ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും കൂടുതലായിട്ട് അറിയില്ല. വർക്കപ്പ് പറഞ്ഞ പുതിയൊരു അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഈ വീഡിയോ ചെയ്തായി തോന്നുന്നു ഗൈസ്. ഞാൻ റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം 30 മിനിറ്റ് ഉണ്ട് ഗൈസ്. എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ അതാ 10 മിനിറ്റ് തികച്ചില്ല. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഇന്നത്തെ പോലെ മണ്ടതരം പറ്റണം ഞാൻ നേരെ സേവ് ചെയ്തിട്ട് നിർത്താം. അപ്പോൾ ഇതുവരെ കണ്ടവർക്ക് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാടധികം നന്ദി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പോക്കിമോൺ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ നോക്കട്ടെ ഗൈസ്. അപ്പോൾ പോക്കിമോൺ ബാറ്റിൽ ഇതൊന്നും അവസാനിക്കാനും അയച്ചിട്ടില്ല ഗൈസ്. ഇവിടെ അന്നേക്ക് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്കതൊന്നും കേട്ട് നിൽക്കാൻ വയ്യ. സോ എന്താണ് ഇത് റിട്ടേൺ പറഞ്ഞിട്ട് പോകുന്നത് ഗൈസ്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് നോക്കാം ഗൈസ്. അപ്പോൾ ഇതുവരെ കണ്ടവർക്കൊക്കെ ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.